6ഉം 8ഉം വയസ്സുള്ള 2 കുട്ടികളെ പീഡിപ്പിച്ചു. അരുണാചൽ പ്രദേശ് സ്വദേശി പോലീസ് സ്റ്റേഷനിൽ നിന്നും ജനക്കൂട്ടം പിടിച്ചിറക്കി തല്ലിക്കൊന്നു. എന്തോന്ന്? 6ഉം 8ഉം വയസ്സുള്ള 2 കുട്ടികളെ പീഡിപ്പിച്ച അരുണാചൽ പ്രദേശ് സ്വദേശി പോലീസ് സ്റ്റേഷനിൽ നിന്നും ജനക്കൂട്ടം പിടിച്ചിറക്കി തല്ലിക്കൊന്നു. ജനക്കൂട്ടം പിടിച്ചിറക്കി തല്ലിക്കൊന്നു. അങ്ങനെ തന്നെ വേണം. തല്ലിക്കൊല്ലല്ല, അതിനെയൊക്കെ പച്ചക്ക് രണ്ടായിട്ട് വലിച്ചു കീറുക വേണ്ടേ. 2 ചെറിയ കുട്ടികളാ. എന്തോ അറിയാം, ചെറുതായാലും വലുതായാലും ചെയ്യാൻ പാടില്ല. അതൊരു ചെറിയ പയ്യനാ. അവനൊക്കെ ഒറ്റയടിക്ക് കൊല്ലാൻ പാടില്ല. വേദനിച്ച് ഇഞ്ചിഞ്ചായിട്ടാണ് ചാവണം. എന്തായാലും അടിച്ചപ്പോ ഒറ്റയടിക്ക് എന്തായാലും ചത്ത് കാണൂലല്ലോ. ഒരു ദിവസം കൊണ്ടൊന്നും മരിക്കാൻ പാടില്ല. ആ കുട്ടികൾ അനുഭവിച്ചതിന്റെ 16 മടങ്ങ് വേദന അനുഭവിക്കണം. ആ വീട്ടുകാരെ അനുഭവിക്കുന്ന വേദനയോ. പിന്നെ കോടതി നിയമം പിടിച്ചോണ്ട് പോകും, 5-6 ദിവസം അവിടെ കൊണ്ട് ഇട്ടിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ വിടും. വീണ്ടും അവരിത് തന്നെ ആവർത്തിക്കും. അതുകൊണ്ട് ഇതുപോലെയുള്ളവന്മാരെ തല്ലിക്കൊല്ല തന്നെ ചെയ്യണ്ടേ. കോടതിയിൽ ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ ചിക്കനും ബിരിയാണിയും ഒക്കെ കൊടുക്കണം. അതുകൊണ്ടല്ലേ ചിക്കനും ബിരിയാണിയും തിന്ന് അടുത്ത് ഉഷാറായിട്ട് ഒരു പുറത്തിറങ്ങും. വീണ്ടും ചെയ്തതിന്റെ 10 മടങ്ങ് ചെയ്യും, വീണ്ടും അകത്ത് പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആരായാലും ശരി തന്നെ, ഇങ്ങനെയുള്ളവന്മാരെ തല്ലിക്കൊല്ല തന്നെ വേണം. അവിടെയൊക്കെ ആയതുകൊണ്ട് തല്ലിക്കൊല്ല. നമ്മുടെ വീട്ടിലും ഉണ്ട് കുട്ടികൾ, നമുക്ക് ചുറ്റും ഉണ്ട് കുട്ടികളെ. ആ രീതിക്ക് കാണാൻ പഠിക്കണം. ഇത് അവിടെയൊക്കെ ആയതുകൊണ്ട് തല്ലിയെങ്കിലും കൊന്നു. അങ്ങനെ അത് വേണം. ഇവിടെ ആണെങ്കിൽ എപ്പോഴും കൊണ്ടുപോയി ജയിലിലിട്ട് 3 വെറുതെ വെളിയിൽ ഇവിടെയും ചെയ്യും. തീറ്റിപ്പോറ്റി വളർത്തുമായിരുന്നു. തല്ലിക്കൊല്ല തന്നെ വേണം. ഇങ്ങനെയുള്ളവർ ഒന്നിനെയും വെറുതെ വിടരുത്. അങ്ങനെ വരുമ്പോഴേ ആൾക്കാർ പഠിക്കുകയുള്ളൂ. പേടിയില്ല, ഭയവും ഇല്ല. നിയമത്തെ പേടിയില്ല. കുറച്ച് ദിവസം ചെന്ന് അകത്ത് കിടക്കാം, പിന്നെ വെളിയിൽ വരാം. അതുകൊണ്ട് അവർക്ക് എന്തും ആവാം. അത് നമ്മുടെ നിയമത്തിന്റെ ഒരു അവസ്ഥയാണ്. ഇങ്ങനെ ചെയ്യുന്നത് ആരായാലും ശരി തന്നെ, ചെറുതോ വലുതോ എന്നൊന്നും നോക്കരുത്. കൊല്ലുക തന്നെ വേണം. ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം, ഒറ്റയടിക്കൊന്നും കൊല്ലരുത്. കൂട്ടങ്ങളും ഇവനെ കൈവയ്ക്കാൻ പറ്റാത്തതിലുള്ള ദേഷ്യം വല്ലതുണ്ടോ? ഇനി കൈ കിട്ടിയ കല്ലെങ്കിലും എടുത്ത് എറിഞ്ഞു കൊടുത്തേനെ. നമ്മുടെ വീട്ടിലും ഉണ്ട് കുട്ടികള്. നമ്മളെ മക്കളെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? എന്റെ സഹോദരി ആവാനുള്ള പ്രായങ്ങളാണ്. ചെറിയൊരു പയ്യനാ. അവനും ചെയ്ത ജനക്കൂട്ടത്തിന് നന്ദി. അല്ലെങ്കിൽ പോലീസുകാർ പിടിച്ചങ്ങ് കൊല്ലാത്തന്തേ പിടിച്ചപ്പോഴേ. പോലീസുകാർ വിളിച്ചത് അവരെ കൊണ്ടുകൊടുത്തു വല്ല ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞായിരിക്കും അവര് വിളിച്ചു. അവനും എന്റെ വീട്ടിൽ വരുമ്പോഴേ അതിന്റെ വേദന അറിയുള്ളൂ. പുറമേ നിന്ന് കാണാനും അഭിപ്രായം പറയാൻ